സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയെക്കുറിച്ചാണ്. നല്ല രീതിയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ പച്ചമുളകിൻ്റെ വിത്തുകൾ പാകി മുളപ്പിക്കുമ്പോൾ മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓരോ വളർച്ചാഘട്ടത്തിലും ആവശ്യമായി വരുന്ന വളപ്രയോഗമെല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ വിത്ത് പാകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കാനായിട്ട് വാങ്ങുന്ന ഇതുപോലുള്ള വറ്റൽമുളക് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടായ ചെടിയിൽ നിന്ന് തന്നെ നല്ല പഴുത്ത മുളക് എടുത്ത് അതിൻ്റെ വിത്തെടുത്ത് നമുക്ക് പാകാം. പിന്നെ നമുക്ക് പൊട്ടി മിക്സായിട്ട് വേണ്ടത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി തുല്യ അളവിലെടുത്ത പൊട്ടി മിക്സ് ആണ്ടത്. അതിലോട്ട് നമുക്ക് ഈ വറ്റൽമുളകിൻ്റെ വിത്തുകൾ എടുക്കാം കേട്ടോ. ഒരു മുളക് എടുത്താൽ തന്നെ ധാരാളം വിത്തുകൾ അതിലുണ്ടാവും. അത് നമുക്കിതിലോട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മുളകിൻ്റെ വിത്തുകളൊന്നും ഇപ്പോൾ കുതിർത്തൊന്നും വെക്കുന്നില്ല കേട്ടോ. അത് നേരിട്ട് തന്നെ പൊട്ടി മിക്സിലോട്ട് പാകി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും വിത്തുകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു മുളകുണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിൽ നിന്ന്. അപ്പോൾ ഇതാ ഇതുപോലെ പാകിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു പിടി ഇതുപോലെ ആ വിത്തുകളൊക്കെ മൂടുന്ന രീതിയിൽ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കി വെച്ച പൊട്ടി മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് വിത്ത് മൂടിക്കൊടുത്ത് നനച്ച് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ നനച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് നല്ല പോലെ ഒരാഴ്ച വെക്കുക. ഒരു തണലുള്ള ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കുക. ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാ വിത്തുകളും മുളച്ച് വന്നിരിക്കും. അങ്ങനെ ഞാൻ പാകി മുളപ്പിച്ച തൈകളാണ് ഇതെല്ലാം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ വറ്റൽമുളകിൻ്റെ വിത്ത് പാകി കിളിർപ്പിച്ചാണ് കേട്ടോ. നല്ല കരുത്തോടെയും നല്ല ആരോഗ്യത്തോടും ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ പറിച്ച് നടേണ്ട ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ തൈകൾ എങ്ങനെ ഗ്രോ ബാഗിലേക്ക് പറിച്ചു മാറ്റി നടുക എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. ഇത് ഞാൻ ചെറിയൊരു ഗ്രോ ബാഗിൽ വിത്തിട്ട് മുളപ്പിച്ചെടുത്ത തൈയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മാറ്റി നടേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഒരു 4-5 ഇലൊക്കെ വന്ന് തുടങ്ങിയാൽ നമുക്കിത് മാറ്റി നടാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഗ്രോ ബാഗ് തയ്യാറാക്കുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രോ ബാഗ് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഈ ഗ്രോ ബാഗിലാണ് നടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽ കുറച്ച് ഉണങ്ങിയ കരിയിലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടി മിക്സായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി നല്ലപോലെ മിക്സാക്കി എടുത്ത പൊട്ടി മിക്സാണ്. കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത പൊട്ടി മിക്സാണ് കേട്ടത്. അതിലോട്ട് ഒരു പിടി എല്ലുപൊടി, ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഗ്രോ ബാഗിലോട്ട് നിറച്ച് കൊടുക്കാം. ഉണങ്ങിയ കരിയിലകളൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാവില്ല. നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ മുറ്റത്തു നിന്നൊക്കെ അടിച്ചു വാരി നമുക്ക് എടുത്ത് വെച്ചാൽ ഇതുപോലെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മണ്ണൊന്നും കട്ട പിടിച്ച് പോകില്ല. കൂടുതലും ഉണങ്ങിയ കരിയിലകൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഇളക്കമുള്ള നല്ല വളക്കൂറുള്ള മണ്ണാവുകയും ചെയ്യും. അപ്പോൾ ഒരു ഗ്രോ ബാഗിലോട്ടുള്ളൊരു മണ്ണാട്ടോ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിർബന്ധമായും നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കണം. എല്ലുപൊടി നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളുടെ മുളക് തൈ മാറ്റി നടാം. അപ്പോൾ അതാ ഈ ഗ്രോ ബാഗിൽ നിന്ന് നമുക്കിത് 2 തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് മെല്ലെ വേരൊന്നും പൊട്ടിപ്പോകാതെ ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലൊരു കുഴി എടുത്ത് നമുക്ക് ഈ തൈ ഇതിലോട്ട് നട്ടു കൊടുക്കാം. അതുപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വേരുകൾ പെട്ടെന്ന് വളരുന്നതിനും വേരുകളെ ബലപ്പെടുത്തുന്നതിനുമൊക്കെ സഹായിക്കുന്നതാണ് എല്ലുപൊടി. അപ്പോൾ അത് നല്ലപോലെ താഴ്ത്തി വേണം കേട്ടോ നടാനായിട്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഉറപ്പിച്ച് നിർത്താം.
അപ്പം ഈ വേരൊക്കെ പിടിച്ച് വന്നതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഇതിനെ മാറ്റി വെക്കണം. നല്ലതുപോലെ വെയിൽ കിട്ടിയാൽ മാത്രമേ നല്ലതുപോലെ മുളകൊക്കെ കായ്ക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ തൈകൾ നട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു തണലത്തോട്ട് മാറ്റി വെക്കാം. വേര് പിടിച്ച് വന്നതിന് ശേഷം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തോട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നട്ടിട്ട് 15 ദിവസം കഴിഞ്ഞു. അപ്പോൾ നടുമ്പോൾ നല്ല രീതിയിൽ തന്നെ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ തൈകളൊക്കെ നട്ടു കൊടുത്തത്. അപ്പോൾ അതാ നമ്മളിതിന് കുറച്ച് ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഞാൻ ഉണങ്ങിയ കരിയില കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ചെറുതായിട്ടൊക്കെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ എന്താ ജൈവവളം ഉള്ളത് എന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ചുവടൊക്കെ ചെറുതായിട്ടൊക്കെ മണ്ണൊക്കെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ 1-2 പിടി വെച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ എന്താ നിങ്ങളുടെ കയ്യിലുള്ള ജൈവവളം അത് 1-2 പിടി ഇങ്ങനെ ഓരോ 10 ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സ്ലറിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല കരുത്തോടെ തന്നെ വളർന്നു വരും. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയാണ് ഞാൻ എല്ലാ പച്ചക്കറി ചെടികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കാറ്. അതല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി ചാരം ചേർത്ത് അതിലോട്ട് 5 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്ക് മാറി മാറി ഒഴിച്ച് കൊടുക്കാം. മുളക് ചെടി നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനൊക്കെ ഒത്തിരി നല്ലതാണ് ചാരവും കഞ്ഞിവെള്ളവും മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ വളമിട്ടു, അതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുത്തു. നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ ഇല കൊണ്ട് പുതയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണല്ലോ, അപ്പോൾ എപ്പോഴും അതിൻ്റെ ചുവട്ടിലൊരു നനവ് കിട്ടിക്കോളും കരിയില കൊണ്ട് പുതയിട്ട് കൊടുത്താൽ. പിന്നെ ഈ ഒരു വലിപ്പമായ ചെടികൾ നമ്മൾ ഇതിൻ്റെ ഈ തലഭാഗം നുള്ളിക്കളഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പുതിയ പുതിയ ശാഖകൾ വന്ന് നല്ല കരുത്തോടെ തന്നെ ചെടി വളർന്നു വരും. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കീടങ്ങളുടെ നിയന്ത്രണം. ഞാനിവിടെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് ഒഴിച്ച് കൊടുക്കാറ്. അതായത് വേപ്പെണ്ണയും വെളുത്തുള്ളിയും സോപ്പ് ലായനിയും മിക്സാക്കി ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം മുളക് ചെടിയുടെ ഇലയിലും മുകളിലുമൊക്കെ ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ബിവേറിയ എന്ന് പറയുന്ന ജൈവ കീടനാശിനി എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അതും 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മുഞ്ഞ, വെള്ളീച്ച, മീലി ബഗ് ഇത്രയും കീടങ്ങളാണ് നമ്മുടെ മുളക് ചെടിയിലൊക്കെ കൂടുതലും കാണാറ്. അപ്പോൾ നമ്മൾ രോഗം വരാനായിട്ട് നിൽക്കരുത്. രോഗം വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കീടനിയന്ത്രണ മാർഗ്ഗങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ല ഇളക്കമുള്ള മണ്ണിൽ ചെടി നല്ല കരുത്തോടെ തന്നെ വളർന്നു വരും. നമ്മൾ ഉറച്ചു പോകുന്ന മണ്ണിലൊക്കെ നട്ട് കൊടുത്താൽ ചെടി വളരാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഞാനിവിടെ കൂടുതലും ഉണങ്ങിയ കരിയിലകളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതൊക്കെ പൊടിഞ്ഞ് നല്ല വളക്കൂറുള്ളൊരു മണ്ണും ആവും, മണ്ണ് നല്ല ഇളക്കവും കിട്ടും. അപ്പോൾ ഇതിൽ കണ്ടോ, ഇതിലൊക്കെ ഇപ്പോൾ മുളക് വിളവെടുക്കാൻ പാകമായതാണ് കേട്ടോ. മുമ്പ് 2-3 തവണ ഞാൻ ഇതിൽ നിന്ന് വിളവ് എടുത്തിരുന്നു. ഒരുപാട് മുളകാണ് ഇതിലൊക്കെ കായ്ച്ചിട്ടുള്ളത്. ഇതിലൊന്നും വെള്ളീച്ചയുടെ ശല്യം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. നല്ല രീതിയിൽ തന്നെ വളർന്ന് നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ കായ്കളും കിട്ടുന്നുണ്ട്. ഇത് ഞാൻ നമ്മളെ കടയിൽ നിന്ന് വാങ്ങിയ മുളകിൻ്റെ അരി പാകി കിളിർപ്പിച്ച തൈകളാണ് കേട്ടോ. നല്ല അടിപൊളിയായി തന്നെ ഇതൊക്കെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുളക് ചെടിയിൽ പൂക്കളും കായ്കളൊക്കെ ആയി വരുന്ന ഈ സമയത്ത് ഇതുപോലുള്ളൊരു കമ്പ് കുത്തി കൊടുത്ത് അതിന് താങ്ങായി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കമ്പൊക്കെ വെച്ച് അതിലോട്ട് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ തന്നെ വളർന്നോളും, ഒടിഞ്ഞൊന്നും വീഴില്ല കാറ്റടിച്ചാൽ. അപ്പോൾ അതാ അത്യാവശ്യം ഇതിലൊക്കെ ഒരുപാട് മുളക് എടുത്തതാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ മുളക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, പഴത്തിൻ്റെ തോല്, മുട്ടയുടെ തോല്, അതുപോലെ ഉള്ളിയുടെ തോലൊക്കെ അരച്ചിട്ട് നമ്മൾ അതിലോട്ട് ഇരട്ടി വെള്ളവും ചേർത്ത്
ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മുളക് നല്ല രീതിയിൽ പൂക്കളുണ്ടാകാൻ സഹായിക്കും. അതുപോലെ കഞ്ഞിവെള്ളവും ചാരം ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോൾ നല്ല രീതിയിൽ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ മാസത്തിൽ ഒരു തവണ ഒരു ഗ്രോ ബാഗിലോട്ട് 1 സ്പൂൺ കുമ്മായം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുത്താൽ കാൽസ്യക്കുറവിൻ്റെ പ്രശ്നമൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ എപ്സം സാൾട്ടൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ ടെറസിലും മുറ്റത്തൊക്കെ നട്ട മുളകിൻ്റെ ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് തവണ ഞാൻ വിളവെടുത്തതായിരുന്നു. ഇനിയും ഇഷ്ടം പോലെ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികൾ നമുക്ക് ഇതുപോലെ നട്ട് കൊടുത്താൽ നമ്മുടെ ആവശ്യത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്ന് വിഷമില്ലാത്തത് ഇങ്ങനെ വിളവെടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.